Yes, my dear students, welcome back. നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ടോപ്പിക്സിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് we have discussed about refraction through a glass slab. Refraction, you know what is refraction? Yes, it is a process of bending of light when light travels from one medium to another medium. അല്ലേ, ഓർമ്മയുണ്ടല്ലോ? മീഡിയംസിൻ്റെ ഒരു സെപ്പറേഷൻ നമ്മൾ കൂടുതലും കണ്ടത് ഇൻ സം സിറ്റുവേഷൻസ് ലൈറ്റ് മേ ട്രാവൽ ഫ്രം എയർ ടു വാട്ടർ ഓർ എയർ ടു ഗ്ലാസ് or glass to water, something like that. അപ്പോൾ 3 മീഡിയംസ് എടുത്തിട്ടാണ് കൂടുതലും നമ്മൾ ഈ സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. വി ഹാവ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയം ലൈക്ക് എയർ, വാട്ടർ ആൻഡ് ഗ്ലാസ്. ഈ 3 മീഡിയത്തിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്, സപ്പോസ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എനി വൺ മീഡിയം ടു അനദർ മീഡിയം, വി ക്യാൻ സീ ദർ ഇസ് എ ഡീവിയേഷൻ ഓഫ് ഇറ്റ്സ് പാത്ത്. ആ ലൈറ്റിൻ്റെ പാത്ത് എങ്ങനെയായിരുന്നോ അത് ഡീവിയേറ്റ് ചെയ്തു പോകും. ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്ലാസ് സ്ലാബിൻ്റെ ഡീവിയേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫേസസ് ആണ്. സ്ഫെറിക്കൽ സർഫേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ലെൻസുകൾ എന്നാണ് പറയുക. സ്ഫെറിക്കൽ ലെൻസ് എന്നും പറയാം. സ്ഫെറിക്കൽ ഷേപ്പുള്ള സർഫേസുകൾ കോണ്ടാക്ട് ചെയ്തിട്ട് വി ക്യാൻ മേക്ക് 2 types of lenses called convex lens and concave lens. മിററിലും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇൻ ദ കേസ് ഓഫ് മിറർ ഓൾസോ വി ഹാവ് കോൺകേവ് മിറേഴ്സ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. അതുപോലെ നമുക്കിവിടെ ലെൻസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺവെക്സ് ലെൻസ് വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. യു ക്യാൻ സീ ഇങ്ങനെ ഒരു ഷേപ്പാണ്. സെൻറ്റർ പാർട്ട് കുറച്ചും കൂടെ ബൾജ് ചെയ്തിട്ടും തിക്നെസ് കൂടിയും ഇതിൻ്റെ എൻസിലേക്ക് വരുമ്പോഴേക്ക് തിക്നെസ് കുറഞ്ഞും വരുന്ന തരത്തിലുള്ള പ്രത്യേകതരം ഗ്ലാസ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഈ ഒരു സർഫേസ് നമ്മൾ നോക്കിയാൽ വി ക്യാൻ സീ ദിസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. വെറും ഒരു ലൈന് മാത്രമല്ല, 3 ഡയമെൻഷണൽ സ്ട്രക്ചറായിട്ട് കാണണം. സീ എൻ്റെ കൈ ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചാൽ, ഇങ്ങനെ വെച്ചാൽ അങ്ങനെ നിങ്ങൾ കാണാം ഉണ്ടോ, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മറ്റൊരു കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്കൊരു അറേഞ്ച്മെൻറ്റ് കിട്ടും അല്ലേ. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ വെച്ചാൽ ആക്ച്വലി ദിസ് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് എ ലാർജ് സ്ഫിയർ. ഓർ തിരിച്ച് വിചാരിക്കാം, ഒരു സ്ഫെറിക്കൽ ബോൾ നിങ്ങളൊന്ന് വിചാരിച്ചേ, കറക്റ്റ് സ്ഫിയറിൻ്റെ ഷേപ്പിലുള്ളൊരു ബോൾ. ആ ബോളിൽ നിന്നും ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്താൽ വി വിൽ ഹാവ് എ സ്ട്രക്ചർ ലൈക്ക് ദിസ്, ഇസ്ന്റ് ഇറ്റ്? അതുപോലെ മറ്റൊരു സ്ട്രക്ചർ. ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചതുപോലെ. ഇപ്പോൾ 2 ലാർജ് സ്ഫിയറിൽ നിന്ന് സ്മോൾ പോർഷൻസ് കട്ട് ചെയ്തെടുക്കുന്നു, ദെൻ അതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാൽ കിട്ടുന്നൊരു അറേഞ്ച്മെൻറ്റ്. അത്തരം അറേഞ്ച്മെൻറ്റിൽ ഇങ്ങനെ സെൻറ്റർ പാർട്ട് ബൾജഡും എൻ പാർട്സ് കുറേ കൂടെ തിന്നുവാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ലെൻസസ് ആർ കോൾഡ് കോൺവെക്സ് ലെൻസസ്. കോൺവെക്സ്. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് നേരെ തിരിച്ചും കാണാം. ദേ ആർ കോൾഡ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഫെറിക്കൽ പാർട്ട് ഇങ്ങനെ വരുന്നു, നെക്സ്റ്റ് സ്ഫെറിക്കൽ പാർട്ട് ഇങ്ങനെയാണ്, ആൻഡ് ദേ ജോയിൻഡ് ലൈക്ക് ദിസ്. സി, ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ദ സെൻറ്റർ പാർട്ട് ഈസ് കമ്പാരിറ്റീവ്ലി തിൻ അല്ലേ. അതേസമയം എഡ്ജ് പാർട്ടുകൾ കുറച്ചുകൂടെ തിക്കാണ്. സോ എഡ്ജ് പാർട്ട് തിക്കും സെൻറ്റർ പാർട്ട് തിന്നും. So they are called concave lenses. Concave. See, this is also this part. We can see this is a part of a sphere. അല്ലെ, ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരച്ചാൽ we will get a sphere. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചാൽ we will get another sphere, isn't it? അല്ലേ, 2 സ്ഫിയേഴ്സ് ആണ്. ആ സ്ഫിയേഴ്സിൽ നിന്ന് 2 പാർട്ട് കട്ട് ചെയ്തിട്ട് പ്രത്യേക തരത്തിൽ ജോയിൻ ചെയ്ത് വെച്ചതുപോലെയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ്. ഇപ്പം നമ്മൾ ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, അത് മനസ്സിൽ കണ്ടാൽ മതി. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ വി ഹാവ് 2 ടൈപ്സ് ഓഫ് ലെൻസസ് കോൾഡ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. ഇത് രണ്ടും സ്ഫെറിക്കൽ ബോഡികളുടെ പാർട്ട് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത പോലെയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഇവിടെ ഇപ്പോൾ നമുക്ക് 2 സ്ഫിയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സി, ഇതിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചാൽ വി ഹാവ് എ സ്ഫിയർ. ഇതിന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരച്ചാൽ അഗൈൻ വി വിൽ ഗെറ്റ് അനദർ സ്ഫിയർ. ആ സ്ഫിയറിന് സെൻറ്റേഴ്സ് ഉണ്ടാവില്ലേ? സ്ഫിയറിൻ്റെ സെൻറ്റേഴ്സ് നമ്മളിതെല്ലാം
മിറേഴ്സിൽ പറഞ്ഞ ആ ഒരു സെയിം ഐഡിയ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. സോ ഫോർ ദിസ് ഫസ്റ്റ് പാർട്ട് വി വിൽ ഗെറ്റ് എ സ്ഫിയർ ലൈക്ക് ദിസ് ആൻഡ് വി വിൽ ഹാവ് എ സെൻറ്റർ ഫോർ ദാറ്റ് സ്ഫിയർ സംവർ ഹിയർ. ഇവിടെ എവിടെയോ ആവാം സെൻറ്റർ. ദാറ്റ് ഇസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെയിം ടൈം നമുക്ക് ഇപ്പുറത്തേക്കും ഉണ്ട് ഇതേപോലെ ഒരു സ്ഫിയർ. ഈ സ്ഫിയർ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. വി വിൽ ഗെറ്റ് അനദർ സ്ഫിയർ ഹിയർ ആൻഡ് വി ഹാവ് എ സെൻറ്റർ ഫോർ ദാറ്റ് സെക്കൻഡ് സ്ഫിയർ ദാറ്റ് ഇസ് കോൾഡ് അഗെയിൻ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇവിടെ എവിടെ ആവാം. എക്സാക്ട് മെഷർമെൻറ്റ്സ് എടുക്കുന്നില്ല, നിങ്ങൾ നോക്കുക. ദെൻ ഈ രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈന് കണ്ടാൽ ആ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ആക്സിസ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, ഓക്കെ വൺ സെക്കൻഡ്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ സി ദാറ്റ് ഇസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ്. ഇതേപോലെ നമുക്ക് ലെൻസുകൾക്ക് 2 ഫോക്കസുകൾ ഉണ്ടാകും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ലൈറ്റുകൾ വന്ന് കമ്പൈൻ ചെയ്തു പോകുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുക. സപ്പോസ് ഇതിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് വന്നാൽ, സപ്പോസ് എ ലൈറ്റ് ഇൻസിഡൻസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, സപ്പോസ് ലൈക്ക് ദിസ് ഉണ്ടോ, ഇതൊരു ഇൻസിഡന്റ് ലൈറ്റ് ആണെന്ന് വിചാരിച്ചു, ഒരു ഇൻസിഡന്റ് ലൈറ്റ്. ദെൻ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ? ഇവിടെ ഇപ്പോൾ റിഫ്രാക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. സി, ലൈറ്റ് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, ദെൻ ഗ്ലാസ്സിൽ നിന്ന് എഗെയിൻ എയറിലേക്ക്, ഉണ്ടോ മീഡിയം ചേഞ്ച് വരാൻ പോവാം. സോ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എയർ ടു ഗ്ലാസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഗ്ലാസ് ടു എയർ. ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഡീവിയേഷൻസ് സംഭവിക്കുന്നു. ആ ഡീവിയേഷൻസിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുക. ആഫ്റ്റർ ദാറ്റ് ദിസ് ലൈറ്റ് വിൽ പാസ് ത്രൂ എ പോയിന്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകും. ദിസ് വിൽ ബി ദ റിഫ്രാക്റ്റഡ് ലൈറ്റ്. ആ പാസ് ചെയ്തു പോകുന്ന ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. ഫോക്കസ് ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. എത്ര ലൈറ്റ് പാസ് ചെയ്താലും അങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഇതിലെ ഒരു ഇൻസിഡന്റ് ലൈറ്റ് കാണിക്കാം. ദിസ് ഈസ് അനദർ ഇൻസിഡന്റ് ലൈറ്റ്. യു ക്യാൻ സി an incident light. So what happens after refraction? This light will pass through this the same point like this. See, this is the refracted light here. ഇങ്ങനെ എത്ര ലൈറ്റ് കണ്ടാലും ഇവിടെ നമുക്ക് മറ്റൊരു ലൈറ്റ് വരയ്ക്കാം. See, this is another light, incident light, incident light, and after refraction this light will pass through the same point. Okay, this is the refracted light. You can see another light, a light falling parallel to this principal axis like this, and after refraction this light also will pass through this same point. ഇങ്ങനെ എത്ര ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വീണാലും അതെല്ലാം ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്നത് കാണാൻ പറ്റും. ദാറ്റ് കോമൺ പോയിന്റ് ഈസ് നോൺ ആസ് ഫോക്കസ് ഓർ പ്രിൻസിപ്പൽ ഫോക്കസ്. നമുക്കിവിടെ കാണാൻ കഴിയും ഓൾ ദീസ് ലൈറ്റ്സ് കൺവേർജസ് ടു എ സിംഗിൾ പോയിന്റ്. കൺവേർജ് അല്ല, ഇങ്ങനെ കൂടിച്ചേരുകയാണ്. സോ ദിസ് കോൺവെക്സ് ലെൻസ് ഈസ് ഓൾസോ നോൺ ആസ് കൺവേർജിങ് ലെൻസ്. ഈ ലൈറ്റ് എല്ലാം കൂടെ ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കൺവേർജിങ് ലെൻസ്. ഓക്കെ, ഇതിപ്പോൾ ലൈറ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൾ ചെയ്തത് കൊണ്ടല്ലേ. ഇനി ലൈറ്റ് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെയും ഫോൾ ചെയ്യാം. ഞാനത് വരയ്ക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഫോർ ദിസ് പ്രിൻസിപ്പൽ ആക്സിസ്, comparing this principal axis, suppose a light is falling parallel from this side. ഇങ്ങനെ ലൈറ്റ് പാസ് ചെയ്താൽ, വരക്കണോ, ഇങ്ങനെ ഒരു ലൈറ്റ് പാസ് ചെയ്താൽ, ഇങ്ങനെ ഫോൾ ചെയ്താൽ, അത് റിഫ്രാക്ഷന് ശേഷം ഇവിടെയുള്ള ഒരു പോയിന്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകും. സി, അവിടുന്നാണ് ഇൻസിഡന്റ് ലൈറ്റ് വരുന്നതെങ്കിൽ ഇവിടുന്ന് വരച്ചതിൻ്റെ നേരെ മിറർ സൈഡ് അപ്പുറം നമുക്ക് ഇങ്ങോട്ട് കാണാം. അതേപോലെ എത്ര ലൈറ്റ് വന്നാലും, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് വരികയാണ്, ഇങ്ങനെ ഒരു ലൈറ്റ് വരികയാണ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ ദിസ് വിൽ ഓൾസോ പാസ് ത്രൂ ദ സെയിം പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് കാണാം. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ട് വരുന്നത് ലെൻസിൻ്റെ ബോത്ത് സൈഡിൽ നിന്ന് ലൈറ്റുകൾക്ക് ഇൻസിഡൻറ്റ് ചെയ്യാം, ദെൻ റിഫ്രാക്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നു പോവാം. സോ വി വിൽ ഗെറ്റ് 2 ഫോക്കസസ്. ദിസ് ഈസ് എ ഫോക്കസ്, ദിസ് ഈസ് ഓൾസോ എ ഫോക്കസ്. ഈ ഫോക്കസിനെ നമ്മൾ F1 എന്നാണ് പറയുക, F1. ദിസ് ഈസ് കോൾഡ് F2. അതുപോലെ ഇവിടെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് C1, center of curvature 1. See here also we have a center of curvature that is called C2. So ഒരു ലെൻസിന് രണ്ട് സൈഡിലും സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും, രണ്ട് സൈഡിലും ഫോക്കസുകൾ ഉണ്ടാവും. ദേ ആർ കോൾഡ് ഫോസി. സെൻറ്റർ ഓഫ് കർവേച്ചർ 1, C1 and F1. ഇതാണ് F1 കേട്ടോ. Then C2 and F2. So a convex lens is also called converging lens. Then what is the situation for a concave lens? Okay, concave lens നമുക്ക് വീണ്ടും കാണാം.
ഇത് ഒരു കംപ്ലീറ്റ് സ്ഫിയർ ആണ്. ഫോർ ദിസ് സ്ഫിയർ വി ഹാവ് എ സെൻറ്റർ ഓഫ് കർവേച്ചർ ഹിയർ. And this is the second sphere. For the second sphere again we have a center of curvature somewhere here. Okay. Now a line connecting these two center of curvatures, that is called the principal axis. Alle principal axis undu. Principal axis. Now suppose a light is falling parallel to principal axis. What happens? See, ingane light fall cheyyam. This is the incident light. നിങ്ങൾക്ക് കാണാൻ കഴിയും ദിസ് ലൈറ്റ് വിൽ റിഫ്രാക്ട്. എയർ, ഗ്ലാസ് എയർ എന്ന മീഡിയമാണ്. സോ അഗെയിൻ വി വിൽ ഹാവ് എ റിഫ്രാക്ഷൻ ഹിയർ. നേരത്തെ ലൈറ്റ് എല്ലാം കൂടെ കൺവേർജ് ചെയ്ത് വന്നതാണെങ്കിൽ ഹിയർ യു ക്യാൻ സീ എ ഡൈവേർജിങ് ലൈറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ലൈറ്റ് ഡൈവേർജ് ചെയ്തു പോകും. ഇങ്ങനെ വരുന്ന ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദാറ്റ് ലൈറ്റ് വിൽ ഡൈവേർജ്. ബട്ട് ആ ഡൈവേർജ് ചെയ്ത ലൈറ്റിനെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സി, ഈ ലൈറ്റ് നമ്മളൊന്ന് ഇങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തേ. എക്സ്റ്റെൻഡ് ചെയ്താൽ ആ ലൈറ്റ് ഇവിടെ എവിടെയെങ്കിലും വന്ന് മീറ്റ് ചെയ്യും. ഇവിടെ എവിടെയെങ്കിലും വന്ന് മീറ്റ് ചെയ്യും. എക്സാക്ട്ലി നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കണേ. ഇതാണ് പോയിന്റ്. കണ്ടോ? ആക്ച്വലി ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവാണ്. ഇവിടെ ആ ഡൈവേർജിങ് ലൈറ്റിനെ നമ്മളിങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. സോ ദിസ് പോയിന്റ് ഈസ് കോൾഡ് ഫോക്കസ് 1, F1. ഇനി ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ ഫോളോ ചെയ്താലോ? ഇങ്ങനെ ഒരു ലൈറ്റ് ഫോളോ ചെയ്യാണ്. ദിസ് ഈസ് അനദർ ഇൻസിഡന്റ് ലൈറ്റ്. അനദർ ഇൻസിഡന്റ് ലൈറ്റ്. ഓക്കെ, അനദർ ഇൻസിഡന്റ് ലൈറ്റ്. ദിസ് ലൈറ്റ് വിൽ ഓൾസോ ഡൈവേർജ്. ബട്ട് ആ ഡൈവേർജിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വരുന്ന പോലെ തോന്നും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗെറ്റ് എ ഡൈവേർജിങ് ലൈറ്റ് ലൈക്ക് ദിസ്. ഡൈവേർജ് ചെയ്ത് പോകും. കണ്ടോ? ആക്ച്വലി ഇതാണ് ലൈറ്റ്. ലൈറ്റ് ഇങ്ങനെ വന്നു, ഡൈവേർജ് ചെയ്തു. ബട്ട് ആ ഡൈവേർജിങ് ലൈറ്റിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ പോയിന്റിൽ നിന്നാണ് ഡൈവേർജിങ് നടക്കുന്നത് എന്ന് തോന്നും. വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഡയഗ്രാംസ് മനസ്സിലാക്കണം. എത്ര ലൈറ്റ് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. സി, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് വന്ന് വീണു. ദിസ് ഈസ് അനദർ ഇൻസിഡന്റ് ലൈറ്റ്. വാട്ട് ഹാപ്പൻസ്? അവിടെ നമുക്ക് ഡൈവേർജിങ് കാണാം. ഡൈവേർജിങ് കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ? ഇതായിരിക്കും ആ റിഫ്രാക്റ്റഡ് ലൈറ്റ്. സോ ആക്ച്വലി ദിസ് ഈസ് ദ ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് ദിസ് ഈസ് ദ റിഫ്രാക്റ്റഡ് ലൈറ്റ്. ബട്ട് ആ റിഫ്രാക്റ്റഡ് ലൈറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ. ഇങ്ങനെ എത്ര ലൈറ്റ് നമുക്ക് വരയ്ക്കാം. സോ ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് ലെൻസ് വി ക്യാൻ സീ ഓൾ ദീസ് ഇൻസിഡന്റ് ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡൈവേർജസ്. സോ ദിസ് ടൈപ്പ് ഓഫ് ലെൻസ് ആർ ഓൾസോ കോൾഡ് ആസ് ഡൈവേർജിങ് ലെൻസ്. സോ കോൺകേവ് ലെൻസ് ആർ കോൾഡ് ഡൈവേർജിങ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ് ആർ കോൾഡ് കൺവേർജിങ് ലെൻസ്. മറ്റൊരു പോയിന്റും കൂടെ പറയാം. ഈ ലെൻസിന്റെ സെന്റർ പോയിന്റ്, ഇതിന്റെ ഫിസിക്കൽ സെന്റർ, ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ. ഓക്കെ, ഇവിടെ നമുക്കൊരു സെന്റർ പോയിന്റ് കാണാം. ലെൻസിന്റെ സെന്റർ പോയിന്റ്, ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെന്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലെൻസ്, കേർവ്ഡ് ലെൻസ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു. കേർവ്ഡ് ലെൻസിന്റെ 2 ടൈപ്സ് കണ്ടു. വി ഹാവ് 2 ടൈപ്സ് ഓഫ് കേർവ്ഡ് ലെൻസസ്. ദേ ആർ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ ഹൗ ദാറ്റ് ലൈറ്റ് റിഫ്രാക്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. റിഫ്രാക്ഷന് വേണ്ടി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എല്ലാ ഈ കേർവ്ഡ് സർഫേസുകളും ജോയിൻ ചെയ്തിട്ട് ലെൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വി ഹാവ് 2 സെന്റർ ഓഫ് കർവേച്ചേഴ്സ്. ഈ കേർവ്ഡ് സർഫേസ് എന്ന് പറയുന്നത് ആക്ച്വലി ദി സ്മോൾ കേർവ്ഡ് സർഫേസസ് ആർ ആക്ച്വലി എ പാർട്ട് ഓഫ് എ ലാർജ് സ്ഫിയർ. So when we are drawing that large sphere, we will get a center for that sphere and that point is known as center of curvature. So for the 2 sides, we will have 2 center of curvatures. And a straight line joining these center of curvature is called principal axis. Okay, principal axis. Then center of a lens is called optic center. Then how this refraction takes place. അതിനു വേണ്ടി നമ്മൾ പറഞ്ഞു, suppose some lights are falling towards this lens which are parallel to principal axis. Principal axis in parallel ആയിക്കൊണ്ട് കുറേ ലൈറ്റ് ഇങ്ങനെ ഫോൾ ചെയ്താൽ then we can see all these lights after refraction will pass through a common point. That point is known as principal focus. Principal focus രണ്ടെണ്ണം ഉണ്ടാവും because light can fall from this left side or light can fall from this right side.
ഏത് സൈഡിൽ നിന്നും ലൈറ്റ് ഇങ്ങനെ ഫോൾ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് ഫോൾ ചെയ്യുന്നതെങ്കിൽ അത് റിഫ്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകും. സോ വി വിൽ ഗെറ്റ് എ ഫോക്കസ് ഹിയർ. Or in other words, if incident lights are coming from this right side, then after refraction, all these lights will converge to a single point here. So this is also called a focus. So in the case of a lens, we have two focuses, two foci. One is f1 and that is the other is f2. അതുപോലെ നമുക്ക് രണ്ട് സെന്റർ ഓഫ് കർവേച്ചേഴ്സ് ഉണ്ട്. One is c1 and the other is c2. And in the case of a convex lens, after refraction, all these lights focus to a single point. So this lens is also called converging lens. But in the case of a concave lens, see, this is a concave lens. You can see, so when lights are falling parallel to principal axis, the other ideas are also same, because here also we have two spherical surfaces. When we are completing these spherical surfaces, we will get a sphere. Also we will get one more sphere here also. Then we will have two center of curvatures. Connecting these two center of curvature by a straight line, we will get principal focus. Now some lights falling parallel to principal axis, after refraction they will diverge, but they appears to diverge from a single point. All these light actually diverges, but they appears to diverge from a single point. So this single point is called focus. ഇവിടെയും ലൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വന്നത്, ഇതേപോലെ ലൈറ്റ് റൈറ്റ് സൈഡിൽ നിന്നും വരാം. ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഡൈവേർജ് ചെയ്ത് പോകും. സോ ഈ ഡൈവേർജിങ് ലൈറ്റ് നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ ഇവിടെ നമുക്ക് ഫോക്കസ് കിട്ടും. So in the case of a concave lens also, we have focus 1 and focus 2, center of curvature 1 and center of curvature 2. See, this is C1, F1, this is F2 and this is C2. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെൻസിലൂടെ റിഫ്രാക്ഷൻ ബേസിക്കലി നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ഡയഗ്രാമായിട്ടും അത് കാണിച്ചു തരാം. യു ക്യാൻ സീ ഹിയർ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത്രയേ ഉള്ളൂ, സെയിം ഡയഗ്രാം തന്നെ. സി, ദിസ് ഈസ് എ കോൺവെക്സ് ലെൻസ്, F1, C1. C1 ഈസ് ആക്ച്വലി 2 times ഓഫ് ഫോക്കൽ ലെങ്ത്. ഇത് നമ്മൾ മിററിൻ്റെ കേസിലും പറഞ്ഞിരുന്നു. എപ്പോഴും ഫോക്കൽ ലെങ്ത്തിലേക്കുള്ള ഡിസ്റ്റൻസും സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ആക്ച്വലി കോൾഡ് ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ, റൈറ്റ്? ഈ ലെങ്ത്തിന് നമ്മൾ വിളിച്ച പേരാണ് ഫോക്കൽ ലെങ്ത്, ഈ ലെങ്ത്തിന് നമ്മൾ വിളിച്ച പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് കാണാൻ കഴിയും എപ്പോഴും ഈ ഡിസ്റ്റൻസിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. സോ ദിസ് ഈസ് F1, ദിസ് ഈസ് 2F1. 2F1 മീൻസ് ദ ഡബിൾ ഓഫ് ഫോക്കൽ ലെങ്ത്, ദാറ്റ് ഈസ് ആക്ച്വലി C1. അതുപോലെ ഇവിടെ F2 കാണാം, 2F2, ദാറ്റ് 2F2 ഈസ് ആക്ച്വലി C2. ഓക്കെ, ദെൻ ദർ ഇസ് എ കേസ് ഓഫ് എ convex lens. Now you can see concave lens. This is concave lens. Textbook ilundu idu keto, textbook ilundu. It's concave lens. See, principal axis is here, F1 is here, F1, 2F1. This 2F1 is also C1. Light is falling parallel to principal axis. After refraction will diverge, but that diverged light, when extended to this principal axis, we will get a point here. That point is called focus. Okay, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പോയി അത് ഡൈവേർജ് ചെയ്തു പോകുന്നു. ആ ഡൈവേർജിങ് ലൈറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇവിടെ നമുക്ക് ഫോക്കസ് കിട്ടും. സോ ദിസ് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡൈവേർജിങ് ലെൻസസ്. സോ കൺവേർജിങ് ലെൻസും ഡൈവേർജിങ് ലെൻസും. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? നല്ലോണം വാച്ച് ചെയ്യുക, വരച്ച് നോക്കുക. കഴിഞ്ഞിട്ടില്ല. ഇമേജ് ഫോർമേഷനെ കുറിച്ചാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ലെൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. ഇമേജ് ഫോർമേഷൻസിൻ്റെ റൂൾ പഠിക്കാനുണ്ട്, ദെൻ ഇമേജ് ഫോർമേഷനും പറയാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.